ശരിക്കും യുക്തിക്കപ്പുറമായി നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പടച്ചോൻ പറഞ്ഞത് സത്യമാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം. നമ്മളൊക്കെ വെറും നിസ്സാരാണ്. കറക്റ്റ് തഖ്വയോടുകൂടി നമ്മൾ മുന്നേറിക്കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തരണം ചെയ്യാൻ പറ്റും. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് ഈ കഴിഞ്ഞ ഹജ്ജിലൂടെ പറയുന്നത്. ആ തഖ്വയായിരുന്നു. എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുമെന്ന് എൻ്റെ റബ്ബിന് എനിക്ക് ഉറപ്പ് നൽകണം. എനിക്ക് എൻ്റെ റബ്ബിന് വിശ്വാസമുണ്ട്. അവിടെ നമുക്ക് വിജയിക്കും. നമ്മൾ പല ഘട്ടങ്ങളിലൂടെയൊക്കെ, ഇപ്പോൾ ഉദാഹരണം എനിക്കൊക്കെ ഒരുപാട് വിഷമഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. അത് ആഴ്ചകളോളം പട്ടിണി കിടക്കുന്ന സമയത്തൊക്കെ പടച്ചോൻ എൻ്റെ കൂടെയുണ്ട്, വിശ്വാസമുണ്ട്. ബ്രെഡ് മുക്കി തിന്നിട്ട് 2 ലീഫ് ബ്രെഡ് വെച്ചിട്ടാണ് രാവിലെയും വൈകിട്ടും ഇങ്ങനെ കഴിച്ചു പോകുന്നിരുന്നത്. അപ്പോഴൊക്കെ എൻ്റെ വീട്ടുകാർ തിരിച്ചു വിളിക്കും, മോനെ നീ തിരിച്ചു വാ. എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എന്താ? ഇത് സത്യമാണ്. ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ അമ്മയോടൊക്കെ പറഞ്ഞിരുന്നത്, അമ്മ ഇത് സത്യമാണ്, ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ പഠിച്ചു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ എൻ്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ, പിന്നെ ഞാൻ വലിയ തക്കവയുള്ള ആളൊന്നുമല്ല, എന്നാലും ഞാൻ പറയട്ടെ, ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരാളാണ്. സത്യത്തിൽ ഇവിടെ പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവസാനമായി നമുക്ക് പറയുമ്പോൾ എങ്കിലും എനിക്ക് നിങ്ങളോടൊക്കെ എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടച്ചോനെ ഹൃദയത്തോട് പിടിക്കണം, സ്നേഹിക്കണം. നമ്മൾ ആരാധന ശരിക്കും ആസ്വാദനമാക്കി മാറ്റണം. അവിടെയാണ് ഇസ്ലാമിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കാൻ പറ്റുക.